ഒരു കൗൺസിലർക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത അപകടങ്ങൾ തുടങ്ങിയിട്ടുള്ള ആശുപത്രി ആരോഗ്യം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്ക് പിടിപെട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്നത് പോലെ തന്നെ അവധിക്ക് അപേക്ഷ കൊടുക്കാനുള്ളത്. അതല്ലാതെ കാപ്പ കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള, നമുക്കറിയാമല്ലോ കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് ഈ കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. ആ പറയുന്ന സൂതന് ഇവിടെ കൊണ്ടുവന്ന് അവധി അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ന്യായത്തെ വെല്ലുവിളിക്കൽ മാത്രമാണ് ഈ പറയുന്ന മേയർ ചെയ്തിരിക്കുന്നത്. കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്ത് കിടക്കുന്നത് ഹൈക്കോടതി ശരിവെച്ച ഒരു കേസിനകത്ത് ഒരു ഇടപെടൽ കൂടിയാണ് ഈ മേയർ നടത്തിയിരിക്കുന്നത്. ആ കാപ്പ കേസിനകത്തും ശരിയും തെറ്റിനകത്തും ഇടപെടുത്തുക ആണ് ഇപ്പോൾ ഈ കൗൺസിൽ മീറ്റിങ്ങിനകത്തുകൂടി ഈ മേയർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് നടത്തിയിരിക്കുന്നത്. നിരവധി കേസുകളിൽ ഇത്തരം ഡീറ്റെയിൻ ചെയ്ത് കിടക്കുന്ന ആളുകളെ ഒരു കാരണവശാലും ഇത്തരം സഭകളിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിരവധിയായിട്ടുള്ള വിധിയുണ്ട്. ഈ പറയുന്ന അവധിക്ക് കൊടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നിയമപരമായിരിക്കണം എന്നുള്ളത് കോടതി നിരവധി പ്രാവശ്യം സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളതാണ്. അതിന് സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് മേയർ ജനാധിപത്യ വിരുദ്ധമായി ഒരു ഏകാധിപതിയെ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മേയർ ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം പോലും ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതിനു മുമ്പ് ഇവിടെ ഒരു കെട്ടിടം വെക്കാൻ വേണ്ടിയിട്ട് 300 കോടി രൂപ മുടക്കിയിട്ട് ഇവിടെ തലസ്ഥാനത്ത് കോർപ്പറേഷന്റെ കെട്ടിടം വെക്കുകയാണ് ഇപ്പോഴത്തെ ആവശ്യം. ഇവിടെ നീറുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് പുറത്തില്ലേ? കുടിവെള്ളം മുടങ്ങിക്കിടക്കുന്നു. ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നഗരത്തിനകത്ത് വലിയ തോതിലുള്ള സ്ട്രീറ്റ് ഡോഗ്സിന്റെ പ്രശ്നം ഇവിടെ നമ്മൾ സമൂഹത്തിൽ നിൽക്കുകയാണ്. സൂവേജ് സിസ്റ്റം ഇവിടെ ഇല്ലാത്ത രൂപത്തിൽ വരികയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മരാമത്ത് പണി എന്ന് പറയുന്നത് റോഡുകളുടെ പണി പൂർണ്ണമായിട്ട് സ്തംഭനത്തിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു നഗരസഭയിൽ നിന്നുകൊണ്ട് ജിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിലുള്ള ഹെറിറ്റേജ് സോണായിട്ടുള്ള ഈ കെട്ടിടം ഇടിച്ചു മാറ്റി 300 കോടി രൂപ ഈ പറയുന്ന നമ്മുടെ ഫണ്ടിൽ നിന്നെടുത്ത് ചെലവാക്കാൻ വേണ്ടിയിട്ട് മേയർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ മാളിക പോലെ, കൊട്ടാരം പോലുള്ള വലിയ മാളികയാണോ നമുക്കിപ്പോൾ ആവശ്യമെന്ന് പറയുന്നത്? ഇവിടുത്തെ ആവശ്യമെന്ന് പറയുന്നത് നഗരത്തിലെ സാധാരണ ആളുകളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പണം മാറ്റണം. 400 കോടി രൂപ മാറ്റിയിട്ട് ഇവിടുത്തെ നമ്മുടെ നഗരത്തിനകത്തുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്ത എന്താണ്? അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരം ആഡംബരം കാണിച്ചിട്ട് ഇവിടെ മാളിക എന്താണ് 7 സ്റ്റാർ അല്ല 14 സ്റ്റാർ ഉണ്ടെങ്കിൽ ആ 14 സ്റ്റാറാണ് ഇവിടെ കാണിച്ചത്. അങ്ങനെയുള്ള മാളിക പണിയാണ് ഇവിടെ വേണ്ടത്. ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായിട്ട് എന്തും കാണിക്കുന്ന രൂപത്തിലേക്ക് ആരോടും ചോദിക്കാതെ, അല്ലെങ്കിൽ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് ഇത് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ആയിട്ട് എല്ലാ കൗൺസിലർമാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണ്ട ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത്തരം നീറുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ കണ്ടല്ലോ ആ കെട്ടിടത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് ഞാൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് അത് സമ്മതിക്കുന്നില്ല, അത് സംസാരിക്കുന്നില്ല. സുഗതന്റെ കേസിനെ സംബന്ധിച്ച് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമവിഷയങ്ങൾ ഈ സഭയിൽ കൗൺസിലിന്റെ രേഖകളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു മേയറായി എന്തും കാണിക്കുന്ന സുഗതനെ പോലുള്ള ഒരു കാപ്പ കേസിനകത്തുള്ള ഒരു ക്രിമിനലിന് വേണ്ടിയിട്ട് ഈ നഗരസഭയെ ചവിട്ടി താഴ്ത്തുന്ന നടപടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മേയറുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള ഇന്നത്തെ കൗൺസിൽ മീറ്റിംഗിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ അവധി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചട്ടവിരുദ്ധമായിട്ടുള്ള അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംബന്ധിച്ച് നഗരസഭയുടെ സെക്രട്ടറിക്ക് പരാതി കൊടുക്കും. അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. വേണ്ടി വന്നാൽ ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ LDF തീരുമാനിച്ചിട്ടുണ്ട്. വരുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഈ പറയുന്ന വരുന്ന ദിവസങ്ങളിൽ ഈ കൗൺസിലിൽ ഈ കെട്ടിടത്തിനകത്ത് തന്നെ ഞങ്ങൾ പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി മേയർ ഒരു സർക്കുലർ ഉയർത്തിക്കാട്ടി ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ ഈ പറയുന്ന സുഗതന് അനുകൂലമായി LDF കൗൺസിലർ SP ദീപകിന്റെ വാക്കുകളാണ് കേട്ടത്. മേയർ ഒരു ഏകാധിപതിയെ പോലെ തീരുമാനം അറിയിക്കുകയായിരുന്നു. ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ് കോർപ്പറേഷൻ യോഗത്തിലൂടെ നിർണായകമായ തീരുമാനമായി അറിയിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. പരാതി കൊടുക്കും, സെക്രട്ടറിക്ക് പരാതി കൊടുക്കും, വകുപ്പിന് പരാതി കൊടുക്കും, വേണമെങ്കിൽ ഹൈക്കോടതിയെ വരെ സമീപിക്കുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്.